ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ കാറിൻ്റെ 10 ലിറ്റർ വെള്ളത്തിൽ നമുക്ക് എങ്ങനെ കാറ് വാഷ് ചെയ്യാമെന്നുള്ള ഒരു ചലഞ്ചാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പെയിൻറ്റിൻ്റെ ബക്കറ്റിൽ 10 ലിറ്റർ വെള്ളം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഏകദേശം 2 ആഴ്ച അടുപ്പിച്ച് കിടന്ന വണ്ടിയാണ്. ശരാശരി ഒരു സാധാരണക്കാരൻ്റെ കാറിൻ്റെ അകത്തുള്ള ഒരു പുറമേ കാണുന്ന പൊടി ഇത്രത്തോളം ഉണ്ടാവും. അത് ഏകദേശം ഒരു 2 ആഴ്ച അടുപ്പിച്ചായിട്ടുണ്ട്. വണ്ടി കോൾഡ് സ്റ്റാർട്ടാണ്. നമുക്ക് ആദ്യം വാഷ് ചെയ്യാതെ കഴിഞ്ഞിട്ട് നമുക്ക് കോൾഡ് സ്റ്റാർട്ടിലേക്ക് പോകാം. മാരുതി സെന്നാണ്, ഞാൻ എപ്പോഴും പരിചയപ്പെടുത്താറുള്ള എൻ്റെ വണ്ടി തന്നെയാണ്, 2005. അപ്പം ഇപ്പോൾ ടെർമിനലൊക്കെ പിടിച്ച് ഇട്ടേക്കാണ്, എല്ലാം സെറ്റ് ചെയ്യണം. ഒരു 1-1.5 ആഴ്ചയായിട്ട് വണ്ടി ഇറക്കിയിട്ടില്ല പുറത്തേക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് TP സെൻസർ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഞാൻ വേറെ ഫോം കാര്യങ്ങൾ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. കാരണം ഇപ്പോൾ സമ്മർ സീസൺ ആയതുകൊണ്ട് ജസ്റ്റ് ഡസ്റ്റ് മാത്രമാണ് വണ്ടിയിൽ ഉള്ളത്. അപ്പോൾ ഫോം എന്താ പറയുക, ഷാമ്പു അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ആവശ്യമില്ല. അപ്പോൾ വാഹനങ്ങൾ പ്രത്യേകിച്ച് കാറ് ആദ്യമായിട്ട് എടുത്തിട്ട് കാറ് കഴുകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഏറ്റവും ടോപ്പിൽ നിന്ന് തന്നെ ആദ്യം കഴുകണം കേട്ടോ. ഏറ്റവും ടോപ്പിൽ നിന്ന് തന്നെ ജസ്റ്റ് ഞാൻ വെറുതെ എൻ്റെ കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഓടിച്ച് കഴുകണം. തുണി കാര്യങ്ങളൊന്നും എടുക്കാനുള്ള, കാരണം തുണിയൊക്കെ എടുക്കുമ്പോൾ അത്രയും വെള്ളം വേസ്റ്റാവും. അതുകൊണ്ട് പ്രോപ്പറായിട്ട് കഴുകാൻ പറ്റില്ല. അപ്പോൾ ടോപ്പിൽ നിന്നുള്ള അഴുക്കൊക്കെ ആദ്യം നമുക്ക് വിൻഷീൽഡിന് അങ്ങോട്ട് തന്നെ തട്ടി വിടണം. വിൻഷീൽഡിൻ്റെ അപ്പോൾ വിൻഷീൽഡിൻ്റെ ഭാഗവും കഴുകാൻ പറ്റും. വെള്ളം എടുക്കട്ടെ. ഇവിടെ വിൻഷീൽഡ് അധികം ക്ലീൻ ചെയ്യേണ്ട, കാരണം ഇനി അഴുക്ക് അങ്ങോട്ട് വരാനുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ടോപ്പ് മാത്രം കഴുകി വിടാണ്. നമ്മൾ പ്രത്യേകിച്ച് ഒരു വൈപ്പർ കാര്യങ്ങളൊന്നും എടുക്കാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ വെള്ളം നഷ്ടം കുറക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ബാക്ക് പോർഷനിൽ നമ്മൾ ബാക്കിലേക്ക് ജസ്റ്റ് കൈ കൊണ്ട് വൈപ്പ് ചെയ്ത് വിടുക. അപ്പോൾ കുറേ പൊടി അങ്ങനെ പോയി കിട്ടും. നമ്മൾ ആദ്യമായിട്ട് കാറ് വാഷ് ചെയ്യുന്ന ആൾക്കാരൊരു കോമഡി എന്താ അറിയും, അവരാദ്യം സൈഡിൽ നിന്ന് എടുത്തിട്ട് കഴുകും. സൈഡിൽ നിന്ന് എടുത്തിട്ട് കഴുകിയിട്ട് ടോപ്പ് കഴുകും. അപ്പോൾ വണ്ടി ആകെ വൃത്തിയിടാവും. മൊത്തം കോമഡി ആയിരിക്കും, മൊത്തം ഡാർക്ക് സീനാണ്. പിന്നെ മിററൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. മിററൊക്കെ എപ്പോഴും പക്കയായിട്ട് വെച്ചേക്കണം. സൈഡിൽ പൊതുവേ അത്ര പൊടി അടിക്കില്ല, പക്ഷേ അല്ലാത്ത ഭാഗങ്ങളിലാണ് പൊടി ഉണ്ടാവുക, ടോപ്പ് അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ. അപ്പോൾ ഈ 10 ലിറ്ററിൽ പരിപാടി തീർക്കണം. എന്തായാലും ഏകദേശം തീരാറാകുമ്പോൾ അടുത്ത വീഡിയോയുടെ കണ്ടിന്യൂഷനായിട്ട് നിങ്ങൾക്ക് കാണാം കേട്ടോ. അത് ഫുള്ള് ഞാൻ വീഡിയോ എടുക്കണില്ല ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ കഴുകി ഇപ്പോൾ 3 സൈഡ് കഴുകി ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ലെഫ്റ്റ് സൈഡ് റണ്ണിംഗ് ബോർഡിന് ആ ഭാഗം ജസ്റ്റ് ഒന്ന് കഴുകണം. അപ്പോൾ ഇങ്ങനെ കഴുകണതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് വേണ്ട നമുക്ക് ചെയ്യാനായിട്ട്. 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. 10 ലിറ്റർ വെള്ളം മതി. അപ്പോൾ അത് ഏകദേശം ഇനിയിപ്പോൾ ഒരു കപ്പ് വെള്ളം കൊണ്ട് ഈ ഫ്രണ്ട് പോർഷൻ, ഈ ബോണറ്റൊക്കെ ഒന്ന് കഴുകണം. എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. അത്യാവശ്യം ബേഡ് ഡ്രോപ്സ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ വിചാരിച്ച് 10 ലിറ്ററിൽ തീരില്ല എന്ന് വിചാരിച്ചത്. പക്ഷേ നമ്മൾ 10 ലിറ്ററിൽ തന്നെ തീർക്കും. ഇതെന്ന് പറഞ്ഞാൽ എക്സ്റ്റീരിയർ മാത്രമേ ഉള്ളൂ, ഇൻറ്റീരിയർ വീൽസ് ഒന്നും ചെയ്യുന്നില്ല, ബോഡി പാർട്സ് മാത്രം. ബോഡി പാർട്സ് മാത്രം ആണ് നമ്മൾ ചെയ്യണം കേട്ടോ. ബോഡി പാർട്സ് മാത്രമേ ഉള്ളൂ. 5 ഡോറ്, അതേപോലെ ബോണറ്റിൻ്റെ ഡോറ്. ഇനിയിപ്പോൾ ഈ സൈഡ് ഇനി കാണുന്ന വെള്ളമുള്ളൂ, അതുകൊണ്ട് ചെയ്യണം. നിങ്ങൾ കഴുകുമ്പോൾ ഇങ്ങനെ നമുക്ക് കണ്ണിന് ചെറിയൊരു വിഷയമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ പോയി തട്ടയൊക്കെ ചെയ്യണം. അല്ല, പൊടിയൊക്കെ ഇങ്ങനെ അങ്ങോട്ട് പൊക്കോളും. ഇത് നമ്മൾ വെറുതെ ഒരു തുണി എടുത്തിട്ട് വെറുതെ തുടക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഉരഞ്ഞ് നാശവും വണ്ടി. നമ്മൾ പിന്നെ ഈ ഫെൻഡറൊക്കെ ഇതേപോലെ കൈ കൊണ്ട് തന്നെ ചെയ്യാവുന്നുള്ളൂ. വെറുതെ തുണിയിട്ട് തുടച്ച് ഉരഞ്ഞ് നാശവും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിച്ച് ചെയ്യുന്നത്. ഓക്കെ,
അപ്പോൾ നമ്മൾ ബമ്പറൊക്കെ ജസ്റ്റ് ഒന്ന് നനച്ച് കൊടുക്കണുള്ളൂ കേട്ടോ. മറിയുന്നു. ഇനി നിങ്ങൾ ഈ കാണുന്ന വെള്ളം എനിക്ക് ജസ്റ്റ് ഉള്ളു, ഇതും കൊണ്ടുള്ള പരിപാടിയാണ്. ബാക്കി അതെ 10 ലിറ്ററിലെ അവസാനത്തെ കപ്പ് വെള്ളം തികച്ചില്ല. ഓക്കെ, ഇതും കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്പർ പ്ലേറ്റൊക്കെ ഒന്ന് നനച്ച്, കാരണം വെള്ളത്തിന് ഭയങ്കര ക്ഷാമമുള്ളൊരു സമയമാണ്, സമ്മർ സീസണാണ്. പിന്നെ വല്ല ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിലേക്ക് ഇട്ട് കഴുകുമ്പോൾ അവിടെ വെള്ളമാക്കി എന്നുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ ജസ്റ്റ് നമ്മളിങ്ങനെ ഒരു അമൂല്യ നിധിയെ പോലെയാണ് വെള്ളം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് ഓക്കെ, അത്യാവശ്യം മെനയുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ റണ്ണിങ് ബോർഡിൻ്റെ ആ ഭാഗം നമുക്കൊന്ന് നനച്ച് കൊടുക്കണം. ആ സൈഡൊക്കെ ഓക്കെയാണ്. ഈ സൈഡ് ഒന്ന് ഡോറിൻ്റെ ഭാഗം നമ്മൾ സ്വല്പം വെള്ളം കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ കുറച്ച് ഒരു കപ്പ് വെള്ളത്തിൻ്റെ കുറവ് വന്നിട്ടുണ്ട്. അതിങ്ങോട്ട് കൊണ്ടുവരുന്ന വഴി അതിൽ നിന്ന് തുളുമ്പി പോയതാണ്. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് കഴുകിയിടുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിനെ തൊട്ട് പുറകെ അതിൻ്റെ കോൾ സ്റ്റാർട്ട് വീഡിയോ വരുന്നുണ്ട് കേട്ടോ. കോൾ സ്റ്റാർട്ട് ചെയ്യുന്ന വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺ, ഷെയർ ചെയ്യുക. അപ്പോൾ കുറച്ച് അഡ്വാൻറ്റേജസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഇങ്ങനെ കഴുകണകൊണ്ടുള്ള കുറച്ച് ഗുണങ്ങളൊക്കെ, വേറെ ഫോം തുണി കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ജസ്റ്റ് ഒരു 10 ലിറ്റർ വെള്ളമാണ്. 20 ലിറ്ററൊക്കെ ആണെങ്കിൽ ആവശ്യമാണ്. പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞ പോലെ വല്ല കാർ പോർച്ചിലോ അതേപോലെ വല്ല ഫ്രണ്ട്സിൻ്റെ വീട്ടിലോ ഫ്ലാറ്റിലൊക്കെ ഇട്ട് ചെയ്യുമ്പോൾ അവിടെ വെള്ളം വീണ് പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമുക്കിങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ വെള്ളം ലാഭിക്കുക. അങ്ങനെ ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ.